വിനോജ് ദ സോളാർ എക്സ്പെർട്ട് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് എടത്തല പഞ്ചായത്തിലെ ഒരു രവി എന്ന് പറഞ്ഞ സാറിൻ്റെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അനിത എന്ന് പറഞ്ഞ ഒരു വാട്ടർ മെട്രോളാണ് നടക്കുന്നത്. രവി എന്ന് പറഞ്ഞ സാറിന് ഫർണിച്ചറിൻ്റെ മറ്റേ തടിയുടെയൊക്കെ ഫർണിച്ചറും മറ്റ് സാധനങ്ങളൊക്കെ നിർമ്മിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അവർ രണ്ടുപേരുമാണുള്ളത്. രണ്ട് മക്കളുണ്ട്. അവരൊക്കെ വിവാഹമൊക്കെ കഴിച്ച് അവർ വിദേശത്തൊക്കെയാണ്. അപ്പോൾ അവരുടെ വീട്ടിലിങ്ങനെ AC ഉപയോഗം കൊണ്ട് അങ്ങനെ കുറച്ച് കറണ്ട് ബില്ലൊക്കെ വന്നതായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളെ ബന്ധപ്പെട്ടത്. അപ്പോൾ നമ്മളിവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു 3 കിലോവാട്ടിൻ്റെ സോളാർ ഇവിടെ വെക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ പറഞ്ഞ സമയത്ത് അവർക്ക് സാമ്പത്തികത്തിൻ്റെ കുറച്ച് ഇത് പറഞ്ഞു. കാരണം 2 ലക്ഷം 2.5 ലക്ഷം ചിലവ് തന്നെ പദ്ധതിയാവാൻ നേരത്തെ അവരതിൽ ഫണ്ടില്ലാന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിങ്ങൾക്ക് ലോൺ തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞ പ്രകാരം അവരത് ലോൺ എടുക്കാമെന്നുള്ളൊരു കണ്ടീഷനിലോട്ട് വരികയും ഇപ്പോൾ നമുക്ക് വളരെ സിമ്പിളാണല്ലോ ലോണൊക്കെ. അപ്പോൾ അതുകൊണ്ട് 6% പലിശയ്ക്ക് നമ്മൾ ഒരു 3 കിലോവാട്ട് സോളാർ 2 ലക്ഷം രൂപ ലോൺ ഇട്ട് ഇവിടെ ഫിക്സ് ചെയ്യുക. അതിനുശേഷം അവർക്ക് 78,000 സബ്സിഡി കിട്ടി. ഏകദേശം 1 ലക്ഷം രൂപ വെച്ചാൽ അവർക്കിപ്പോൾ ലൈബിലിറ്റി ബാലൻസ് വരും. ഇപ്പോൾ ഒരു 8 മാസത്തോളമായി നമ്മൾ വെച്ചത്. അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നിവിടെ കാണുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവർ വീഡിയോക്ക് വരാമെന്ന് പറയുകയും അങ്ങനെ നമ്മളിപ്പോൾ ഇത് ചെയ്തേക്കുന്നത്. നമ്മളിപ്പോൾ അവരുടെ ഏരിയ സാറിൻ്റെ വീട്ടിലാണുള്ളത്. അദ്ദേഹവും ഭാര്യയും ഇപ്പോൾ നമ്മളുമായിട്ട് എൻ്റെ കാര്യങ്ങൾ സംസാരിക്കും. എൻ്റെ പേര് രവി എന്നാണ്. ഞങ്ങളിവിടെ എടത്തല പഞ്ചായത്തിൽ 13-ാം വാർഡിൽ ആണ് താമസിക്കുന്നത്. ഞാൻ ഇപ്പോൾ സോളാർ വെച്ചിട്ടുണ്ട്. അത് 8 മാസമായി. ഞങ്ങൾക്ക് നേരത്തെ ഒരുപാട് കാശ് വന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഭേദപ്പെട്ടിപ്പോൾ 120, 150 അതിൻ്റെ മുകളിലോട്ട് ഇന്നുവരെ പോയിട്ടില്ല. അതിനുശേഷം ഞങ്ങൾ 2 വീലർ എടുത്തു. അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ സോളാറിലാണ് ചെയ്യുന്നത്. അത് കുഴപ്പമില്ലാത്തൊരു ഇതാണ്. എൻ്റെ പേര് അനിത രവി എന്നാണ്. ഞാൻ എടത്തല പഞ്ചായത്ത് 13-ാം വാർഡിൽ താമസിക്കുന്നു. എനിക്ക് ജോലി വാട്ടർ മെട്രോ വൈറ്റിലാണ്. പിന്നെ ഞാൻ അവിടം വരെ എൻ്റെ 2 വീലറിൽ ഒത്തിരി പെട്രോൾ അടിച്ച് യാത്ര ചെയ്തിരുന്ന വ്യക്തിയാണ്. ഇപ്പോൾ സോളാർ വന്നതിന് ശേഷം ഞാനൊരു iQube ഇലക്ട്രോണിക് വണ്ടി എടുത്തു. അത് എടുത്തിട്ടും ഞങ്ങൾക്ക് 125 വരുന്നുള്ളൂ. ആദ്യ മാസങ്ങളിൽ 60-65 വന്നിരുന്നത്. പിന്നെ ഞങ്ങൾ ഒത്തിരി AC ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒത്തിരി പൈസ ഞങ്ങൾക്ക് ആയിക്കൊണ്ടിരുന്നു. 2 മുറിയിലും AC ഉണ്ട്. അത് ഉപയോഗിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചാർജ് കൂടുതലായതുകൊണ്ടാണ് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഒരു ചേട്ടൻ ഇങ്ങനെ ചെയ്തു തരുന്നതായിട്ട് അറിഞ്ഞത്. വിനോജ് എന്നാണ് പേര്. അത് ചെയ്തു തന്നു. ഞങ്ങൾ വിളിച്ച് എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് ആദ്യം ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ അത്ര വിശ്വസിച്ചില്ല. പിന്നെ ആ ചേട്ടന് നമ്പർ കൊടുത്തു. അവർ വിളിച്ചു. അപ്പോൾ ഞാൻ ജോലി സമയം കഴിഞ്ഞ് വന്നിട്ട് തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ തിരിച്ചൊന്നും വിളിച്ചില്ലായിരുന്നു. അത്ര ഇതായിട്ട് തോന്നിയില്ല. അവർ ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ 2 മാസം അവർ ഉപയോഗിച്ചപ്പോഴും അവരും പറഞ്ഞത് നല്ലതാണ്. AC ഒക്കെ ഉപയോഗിച്ചിട്ടും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ സിനോജ് എന്നെ വിളിച്ചു. ഒന്നും കൂടെ വിളിച്ചു. എന്തായി ആ കാര്യം എന്ന് ചോദിച്ചു. അത് ഏൽപ്പിച്ചിട്ട് നിമിഷ നേരം കൊണ്ടെന്ന് പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കും മുമ്പേ ഞങ്ങൾക്ക് അതെല്ലാം ചെയ്തു തന്നു. സബ്സിഡിയൊക്കെ 1 മാസത്തിന് മുമ്പേ തന്നെ വന്നു. അത് ബാങ്കിലെ മാനേജർ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നിട്ടുണ്ടായി. ആ മാനേജർ ഒരു നല്ല മനുഷ്യനാണ്. ആ പുള്ളിക്കാരൻ നല്ല കാര്യങ്ങളും പറഞ്ഞു തന്നു. സബ്സിഡിയും കിട്ടി. പിന്നെ എല്ലാ മാസവും ഇപ്പോൾ 15-ാം തീയതി പൈസ 2,350 വെച്ച് അടയ്ക്കണുണ്ട്. അത് EMI ആയിട്ട് അങ്ങനെയാണ് പൊയ്ക്കോളും. അങ്ങനെയൊക്കെ ഏതായാലും സോളാർ നല്ലൊരു പ്രവണതയാണ്. എല്ലാവരും എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ അഭിപ്രായം തന്നെയാണ്. നല്ലൊരു ഇതാണിത്. പൈസ നമുക്കിപ്പോൾ പൈസ കയ്യിലില്ലല്ലോ. എല്ലാവരോടും ചോദിക്കുമ്പോൾ 2.25 ലക്ഷം രൂപയാവും 3.25 ലക്ഷം രൂപയാവും എന്ന് പറയും. പക്ഷെ നമ്മൾ അത് ബാങ്കിൽ കൊണ്ടുപോയി നമ്മൾ പറയുന്ന കറണ്ട് ആരുടെ പേരിലാണോ അയാളുടെ പേപ്പറുകൾ അവർ പറയുന്നത് കൊണ്ടുവന്ന് അവിടെ കൊടുക്കേണ്ട താമസമേ ഉള്ളൂ. ബാക്കി പേപ്പറുകളൊക്കെ അവർ റെഡിയാക്കിക്കോളും. പിന്നെ 78,000 രൂപ സബ്സിഡി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇത് ചെയ്തു തന്ന ആള്. പക്ഷെ ഞങ്ങളതൊന്നും അത്ര പ്രതീക്ഷിച്ചില്ല. പക്ഷെ അത് 1 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ മക്കളുടെ അടുത്ത് പോയേക്കണായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ മെസ്സേജ് വന്നു, നമുക്ക് സബ്സിഡി 78,000 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്ന്. അത് ബാങ്കിലേക്ക് നമ്മൾ അടച്ചു. കാരണം അവിടുന്ന് ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണല്ലോ നമ്മളിത് ചെയ്തത്. അപ്പോൾ അത്രയും കുറച്ചടച്ചാൽ മതി. 2,15,000 രൂപയാണ് ഇതിൻ്റെ കോസ്റ്റ് ആയത്. പക്ഷെ 78 രൂപ ബാങ്കിലേക്ക് തന്നെ ഞങ്ങൾ എടുക്കാതെ അത് അങ്ങോട്ട് തന്നെ അടച്ചു. ബാലൻസ് പൈസ 1 ലക്ഷത്തി സംതിങ് അടച്ചാൽ മതി. അത് 2,300 വെച്ച് മുടങ്ങാതെ ഞങ്ങൾക്ക് ഈ കറണ്ട് കാശ് അടയ്ക്കുന്ന പോലെ ആ പൈസ അത് KSEBിലെ നമ്മൾ ബാങ്കിലേക്ക് അടയ്ക്കുന്നു.
അത്രയേ ഉള്ളൂ. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് എന്നാണ് പറയുന്നത്. ഞങ്ങളെ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് ഈ ഇതിൻ്റെ ഓണർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് 10 ലക്ഷം രൂപ നമുക്ക് തിരിച്ചു കിട്ടുന്നതായിട്ട് ഒരു 1000 രൂപ വർഷത്തിൽ നമ്മളതിലേക്ക് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അത് അവരെടുത്തോളൂ, ഇല്ലെങ്കിൽ നമ്മൾ ആ സമയം നോക്കി അടച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ബാലൻസ് തുക അവരതിൽ നിന്ന് എടുത്തിട്ട് ബാലൻസ് നമ്മുടെ ആശ്രിതർക്ക് ലഭിക്കുന്ന രീതിയിൽ ഒരു ഇൻഷുറൻസും ഇതിനോട് വളരെ നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങളിത് പൈസ ഉണ്ടെങ്കിലും ഒരുമിച്ച് അടച്ച് നമ്മൾ തീർക്കുന്നില്ല. മന്ത്ലി ഇതുപോലെ തന്നെ എന്തായാലും കൻകാശ് അടയ്ക്കണമല്ലോ, ആ പൈസ ആയിട്ട് EMI ആയിട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഒരിക്കലും നമ്മൾ ഇത് മൊത്തം വേണമെങ്കിൽ കൊടുത്ത് തീർക്കാം, അങ്ങനെ ഞങ്ങൾ തീർക്കുന്നില്ല. കാരണം ഈ ഇത് അടച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു കാര്യം തന്നെയല്ലേ കേന്ദ്രം ചെയ്യുന്നത്. ആര് ചെയ്താലും നല്ലത് തന്നെ നമ്മൾ പറയണമല്ലോ. നല്ല കാര്യം തന്നെയാണ്. മറ്റുള്ളവർ പലതും പറഞ്ഞും മറ്റുള്ളവരെ പേടിപ്പിക്കുന്നുണ്ട്, അതൊന്നും സത്യമല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അനുഭവം കൊണ്ട് ഞങ്ങൾ പറയുന്നത്. 8 മാസം ആയുള്ളൂ. എന്നാലും ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ മകളെ കെട്ടിച്ചിട്ടുണ്ട് തൃശ്ശൂർ തൃപ്രയാറ്. അവിടെ നമ്മൾ ഈ കാര്യം പറഞ്ഞു. സിനോജ് തന്നെ എല്ലാ പേപ്പറുകളും റെഡിയാക്കി അവിടെ അത് ഫിറ്റ് ചെയ്തു. അവരും പറഞ്ഞു ഇത് ശരിയാകുമോ, തൃശ്ശൂർ വന്ന് എങ്ങനെ ഇവർ ചെയ്തു തരും, ഒരു കുഴപ്പമില്ല, 1 മാസത്തിനുള്ളിൽ അവർക്കും ഇതാണ് 6000-7000 രൂപയാണ് അവർ അടച്ചുകൊണ്ടിരുന്ന വെച്ചത്. അവർ ഒരുമിച്ച് പൈസ കൊടുത്ത് എടുക്കാൻ പോയതാണ്. ഞങ്ങളാണ് പറഞ്ഞ് വേണ്ട ബാങ്ക് വഴി എടുത്താൽ മതി. അങ്ങനെ ബാങ്ക് വഴി പേപ്പറിലൊക്കെ റെഡിയാക്കി അവരും സന്തോഷമാണ്. നമ്മൾ ഈ രവിസാറിൻ്റെ വീട്ടിൽ വെച്ചാണ് ഈസ്റ്റ്മാൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇൻവെർട്ടറാണ്. പിന്നെ DB ബോക്സുകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഈസ്റ്റ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഞാൻ വർഷങ്ങളായിട്ട് ഇൻവെർട്ടറും ബാറ്ററിയും യൂസ് ചെയ്യുന്നതാണ്. ട്രസ്റ്റിൻ്റെ പുറത്താണ് നമ്മൾ ഇത് ചെയ്യുന്നത്. വളരെ നല്ല ഒരു പെർഫോമൻസും കാഴ്ചവെക്കുന്ന ഒരു ഇതാണ്. എല്ലാത്തരം പുതിയ പാനലുകളെ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള അതിൻ്റെ കപ്പാസിറ്റി, പിന്നെ MEP ചെയ്ത് വളരെ കപ്പാസിറ്റി ഉള്ളതാണ്. വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ ഇത് വർക്ക് ചെയ്യുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു വീട് ഒറ്റ 2 ഫ്ലോറിനും 2 മീറ്ററാണ് വെച്ചേക്കുന്നത്. കാരണം ഇവരുടെ മക്കളൊക്കെ വിദേശത്തായതുകൊണ്ട് ഇവരുടെ ഈ പുറത്ത് വീട് വാടകയ്ക്ക് വേറെ കുറച്ച് ഭാഗം ഒരു വേറെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി വേറെ മീറ്റർ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിലധികം മീറ്ററുകൾ ഇതിനോട് യോജിപ്പിക്കും. 4-5 മീറ്ററുകൾ നമുക്ക് ഇതിനോട് കൂടി നമുക്ക് അപേക്ഷ കൊടുത്ത് ഇതുമായിട്ട് യോജിപ്പിച്ച് തരും. അതിൽ വരുന്ന ബില്ലും കൂടി ഈ യൂണിറ്റ് കട്ട് ചെയ്യുന്ന വിധത്തിലോട്ടുള്ള സൗകര്യങ്ങൾ കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ എറണാകുളത്തൊരു വീട്ടിലൊരു സോളാർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാസർഗോഡുള്ളൊരു വീഡിയോ കൂടി അതിൻ്റെ കൂടെ ഉൾപ്പെടുത്താൻ പറ്റും. നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. പ്രൊഡക്ഷൻ നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത മീറ്ററും കൂടി അതിൻ്റെ കൂടെ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറേ സംവിധാനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു വലിയ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ 2-3 സ്ഥലത്ത് നമുക്ക് വീടുകളുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോൾ നിലവിൽ നമ്മൾ എവിടെയാണുള്ളത് അവിടെ സോളാർ വെച്ചതിന് ശേഷം അതിൻ്റെ കൂടുതൽ വന്ന വൈദ്യുതി അവിടേക്ക് ഉപയോഗിക്കാനുള്ള സംവിധാനം KSEB നമുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഈ ബാങ്ക് 6% പലിശ ഭയങ്കര കുറഞ്ഞ ഡോക്യുമെൻറ്റേഷനും ഉണ്ട്. അത് നിങ്ങളൊരു ആധാറും കാര്യം ഒരു ഫോട്ടോയും കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ലോൺ വെച്ചിട്ടാണ് ഈ സംവിധാനം. അത് ഒരു ഭയങ്കര അഡ്വാൻസാണ്. കൂടാതെ നമ്മളിപ്പോൾ ഫിക്സഡ് നമ്മളിപ്പോൾ ഒരു പണം അവിടെ ബാങ്കിൽ ഫിക്സഡ് ഇട്ട് കഴിഞ്ഞാൽ ആ കിട്ടുന്ന തുകയിലും അടുത്തും അതിൻ്റെ താഴെയുമായിട്ടാണ് ഇപ്പോൾ ലോൺ 6% പലിശ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങളുടെ കൈവശമുള്ള പണം മുടക്കാണ്ട് തന്നെ ലോൺ എടുത്താൽ പോലും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള നഷ്ടവും വരുന്നില്ല. ആ പണം ഫിക്സഡ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗോൾഡ് പോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് മാറ്റിയാൽ പോലും നിങ്ങൾക്ക് ദോഷം വരുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംവിധാനങ്ങളാണ് ഇവിടുത്തെ സർക്കാരുകൾ പിന്നെ ഇവിടുത്തെ ബാങ്കും എല്ലാം കൂടി നമുക്ക്. അപ്പോൾ എത്രയും വേഗം നിങ്ങളെല്ലാവരും ഈ സൗകര്യത്തെ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നിങ്ങളുടെ വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങളെല്ലാം യൂസ് ചെയ്യാനുള്ള ഒരു സംവിധാനം നിങ്ങൾക്ക് ഉണ്ടാവും. ഇതിൻ്റെ അടുത്തടുത്ത വേർഷനുകൾ നമ്മളിപ്പോൾ സോളാറൊക്കെ തുടങ്ങിയതിന് വളരെ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞു. ബാറ്ററി സോളാറുകൾ, സ്റ്റോറേജ് സിസ്റ്റം, ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര വലിയ പ്രൊഡക്ഷൻ വന്നാലും അതിനെയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനും പിന്നീട് രാത്രിയും പകലൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മളും ഉണ്ടാക്കുന്നുണ്ട്. KSEBയുടെ ഭാഗത്തുനിന്ന് കേരളത്തിൽ തന്നെ പല സ്ഥലത്തായിട്ട് ഇതേപോലെ ഈ സോളാർ വൈദ്യുതി സംഭരിക്കുന്നതിനുള്ള സംഭരണ ബാറ്ററി സ്റ്റോറേജ് സംവിധാനങ്ങൾ വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഭയങ്കരമായൊരു മുന്നേറ്റമാണ് ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ KSEBയായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചില ഇതൊക്കെ പറയുന്നുണ്ട്, പോളിസി മാറ്റങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇതൊന്നും തന്നെ സോളാറിൻ്റെ ഒരു ഇതിന് ഒരു തരത്തിലും അതിനെ ബാധിക്കുന്ന തരത്തിലല്ല ഇത് വരുന്നത്. ഇപ്പോൾ KSEB 1-2 ചെറിയ പ്രപ്പോസലുകളൊക്കെ MNREക്ക് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ റെഗുലേറ്റിംഗ് അതോറിറ്റിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ കവർ ചെയ്തുകൊണ്ടാണ് സോളാറിൻ്റെ
ചൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ രാജ്യം ഒരു വികസിത രാജ്യം ആകുന്നതോടുകൂടി നമ്മൾ പൂർണ്ണമായിട്ടും മറ്റേ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും നമ്മൾ മാറേണ്ട ആവശ്യകതയാണ്. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സോളാറുമായിട്ടനുബന്ധിച്ച് മാറ്റങ്ങൾ നമ്മുടെ വണ്ടികളൊക്കെ ഇലക്ട്രിക്കലോട്ട് മാറിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ എല്ലാവരും പോസിറ്റീവായി തന്നെ കാണുക, പോസിറ്റീവായി തന്നെ ഇത് ഉപയോഗപ്പെടുത്തുക.